ജയ്സാൽമീറിന് സമീപമുള്ള സൂര്യഗഡ് ഹോട്ടൽ. മരുഭൂമിയിലെ ക്യാമ്പിംഗ് ഏരിയയായ സാമിൽ നിന്നും ജയ്സാൽമീറിലേക്ക് പോകുന്നതിനിടെ വഴിയോരത്ത് കണ്ട ഈ 5 സ്റ്റാർ ഹോട്ടലിൽ ഞാനൊന്ന് കയറുകയായിരുന്നു. ഇത്രയും ഗംഭീരമായ ഹോട്ടൽ സമുച്ചയങ്ങൾ വരെ രാജസ്ഥാനിലെ താർ മരുഭൂമിയിലുണ്ടെന്നത് അത്ഭുതപ്പെടുത്തുന്ന അറിവുകൂടിയാണ്. പട്ടണത്തിലല്ല, മണലാരണ്യത്തിൽ തീർത്തും വിജനമായൊരു പ്രദേശത്താണിത്. റിസപ്ഷൻ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ കുലീനമായൊരു അന്തരീക്ഷം അനുഭവിക്കാനാവുന്നു. അതിഗംഭീരമായ ഡിസൈനിങ്. അടുത്ത കാലത്ത് പണിതതാണെങ്കിലും പൗരാണികതയുടെ ഒരു ഭാവം ഹോട്ടലിന്റെ ഏതൊരു ഭാഗത്തും പ്രകടമാണ്. ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളെല്ലാമുള്ള ഹോട്ടലാണ്. രജപുത്താനയുടെ പാരമ്പര്യത്തെ പൂർണ്ണമായും പുണർന്നു നിൽക്കുന്ന ഒരു നിർമ്മിതി തന്നെയാണിത്. രജപുത്ര വീര്യത്തിന്റെ ചിഹ്നങ്ങളായ വാളും പരിചയും പടച്ചട്ടയും തലപ്പാവുമെല്ലാം ഭിത്തികളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഫർണിച്ചറുകൾ പോലും നൂറ്റാണ്ടുകൾക്ക് മുൻപെന്നോ രജപുത്ര കൊട്ടാരങ്ങളിൽ ഉണ്ടായിരുന്നവയാണെന്ന് തോന്നും. രജപുത്ര രാജാക്കന്മാരും പ്രഭുക്കന്മാരും ജീവിച്ചിരുന്നത് ഇങ്ങനെയുള്ള കൊട്ടാരങ്ങളിലും ഹവേലികളിലും തന്നെയായിരുന്നു. താമസച്ചെലവ് വലുതാണെങ്കിലും ധാരാളം അതിഥികൾ എത്തുന്നുണ്ട് ഈ ഹോട്ടലിൽ. നിരവധിയായ ജീവനക്കാർ. അവരുടെ വേഷം മാത്രമല്ല, പെരുമാറ്റവും കുലീനമാണ്. ഞാൻ സൂര്യഗഡിൽ നിന്നും മടങ്ങുകയാണ്. പുറത്തേക്കിറങ്ങിച്ചെല്ലുമ്പോൾ ഹോട്ടലിലേക്കെത്തുന്ന അതിഥികളെ കാണാം. പുരാതനമായ രജപുത്ര കോട്ടകളിലേതിനു സമാനമായ കൊത്തളങ്ങളും മട്ടുപ്പാവുകളും കമാനങ്ങളുമെല്ലാമായി ആധുനിക കാലത്തെ അത്ഭുതകരമായൊരു നിർമ്മിതി തന്നെയാണ് സൂര്യഗഡ്. തേൻ നിറമുള്ള സാൻഡ്സ്റ്റോണിൽ രജപുത്ര മുഗൾ വാസ്തുവിദ്യകൾ കൂട്ടിയിണക്കി ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് പണിത ഹോട്ടൽ. പ്രൗഢമാണ് സംവിധാനങ്ങളെല്ലാം. വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ നിൽക്കുന്നയാൾക്ക് പോലും പഴയ രജപുത്ര കൊട്ടാരം സേവകന്റെ രൂപഭാവങ്ങൾ. എന്റെ ഡ്രൈവർ പ്രേംജി പട്ടേൽ കാറുമായി എത്തി. പരിചാരകൻ ഡോർ അടച്ചു തന്ന് നന്ദി പറഞ്ഞ് യാത്രയാക്കി. സൂര്യഗഡിൽ നിന്നും ജയ്സാൽമീർ ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടങ്ങുകയാണ്. അത്ഭുതങ്ങൾ ഉള്ളിലൊളിപ്പിച്ചു നിൽക്കുന്ന പ്രൗഢിയാർന്ന ഒരു സംസ്ഥാനം തന്നെയാണ് രാജസ്ഥാൻ. ദാരിദ്ര്യത്തിന്റെ ദയനീയ കാഴ്ചകൾ ഈ സംസ്ഥാനത്തുകൂടിയുള്ള യാത്രയിൽ ധാരാളമായി കാണാൻ കഴിയുമെന്നത് ഒരു കാര്യം. എന്നാൽ അതിനെല്ലാം മീതെ ഊർജ്ജസ്വലമായ വളർച്ചയുടെ ഒരു മുഖം രാജസ്ഥാനുണ്ട്. ജലദൗർലഭ്യമാണ് താർ മരുഭൂമിയിൽ പ്രവർത്തിക്കുന്ന സൂര്യഗഡ് ഉൾപ്പെടെയുള്ള ഹോട്ടലുകളെല്ലാം നേരിടുന്ന ഒരു പ്രശ്നം. പ്രവർത്തനമാരംഭിച്ച കാലത്ത് 15 ടാങ്കറുകൾ 30 കിലോമീറ്റർ അകലെയുള്ള ദാബ്ല എന്ന സ്ഥലത്തുനിന്നും നിരന്തരം ഹോട്ടലിലേക്ക് വെള്ളം എത്തിച്ചുകൊണ്ടിരുന്നു. ജലക്ഷാമം നേരിടാൻ സൂര്യഗഡ് പുതിയൊരു സംവിധാനം ഒരുക്കിയത് 2013-ലാണ്. ഹോട്ടലിനോട് ചേർന്ന് മരുഭൂമിയിൽ 3 കോടി ലിറ്റർ ശേഷിയുള്ള ഒരു മഴവെള്ള സംഭരണി അവർ നിർമ്മിച്ചു. ഇവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞാൽ കുൽധര എന്നൊരു ഗ്രാമത്തിലേക്കെത്തും. വിചിത്രമായൊരു ഗ്രാമമാണത്. പ്രേംജി പട്ടേൽ കുൽധര ലക്ഷ്യമാക്കി ഡ്രൈവ് ചെയ്യുകയാണ്. മികച്ച സംസ്കാരങ്ങളെല്ലാം നാമ്പെടുത്ത് വളർന്നത് മരുഭൂമിയിലോ അർദ്ധ മരുഭൂ പ്രദേശങ്ങളിലോ ആണ്. പുരാതന ഭാരതീയ സംസ്കാര ഭൂമികകളായ മോഹൻജദാരോയും ഹാരപ്പയുമെല്ലാം അത്തരം പ്രദേശങ്ങൾ തന്നെ. ഞാൻ കാണാൻ പോകുന്ന കുൽധരയിൽ ഇന്ന് ഒരാൾ പോലും വസിക്കുന്നില്ല. അതുതന്നെയാണ് ആ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയും. ഏതാണ്ട് 200 വർഷം മുൻപ് ഒറ്റ രാത്രി കൊണ്ട് കുൽധരയിലെയും ചുറ്റുപാടുമുള്ള 83 ഗ്രാമങ്ങളിലെയും ആളുകൾ ഒഴിഞ്ഞു പോവുകയായിരുന്നു. അത്ഭുതങ്ങളുടെയും നിഗൂഢതകളുടെയും ഭൂമികയാണ് ഇന്ന് കുൽധര. ഗ്രാമത്തിന്റെ പടിപ്പുരയാണിത്. കല്ലുകൊണ്ടുള്ള കൂറ്റൻ പടിപ്പുര. ഈ കാവൽക്കാരന് ഫീസ് നൽകി മാത്രമേ അകത്തേക്ക് പോകാനാവൂ. ഞങ്ങൾ 2 പേർക്കുള്ള ടിക്കറ്റും വാഹനത്തിന്റെ പാർക്കിംഗ് സ്ലിപ്പും വാങ്ങി. കൂറ്റൻ കവാടം കടന്ന് കഥകൾ ഉറങ്ങുന്ന മരുഭൂഗ്രാമമായ കുൽധരയിലേക്ക്. ഒരു പ്രേത ഗ്രാമമാണ് ഇന്ന് കുൽധരയെന്ന് പറയാം. ഇന്ന് ഈ ഗ്രാമം വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. മൺവഴി എത്രയോ വാഹനങ്ങളുടെ ചക്രമുരുണ്ട പാടുകളുമായി കിടക്കുന്നു. കുറച്ചങ്ങ് ചെന്നപ്പോഴേക്കും മേൽക്കൂരയില്ലാത്ത കെട്ടിടങ്ങളുടെ നിരകൾ കണ്ടു തുടങ്ങി. സാൻഡ്സ്റ്റോൺ കൊണ്ട് നിരയൊപ്പിച്ചു പണിത കെട്ടിടങ്ങൾ.
ഗ്രാമമെന്നാണ് ഇന്ന് വിശേഷിപ്പിക്കുന്നതെങ്കിലും 200 വർഷം മുൻപ് ഈ പ്രദേശത്തെ വളരെ ആസൂത്രിതമായ ഒരു പട്ടണം തന്നെയായിരുന്നു കുൽധര. 84 ഗ്രാമങ്ങളുടെ കേന്ദ്രസ്ഥാനമായ പട്ടണം. ബ്രാഹ്മണ സമുദായത്തിലെ പാലിവാൽ വിഭാഗക്കാർ 1291 സ്ഥാപിച്ച പട്ടണം. അന്നിവിടെ ധാരാളം വീടുകളുണ്ടായിരുന്നു. വിശാലമായ മാർക്കറ്റ് ഏരിയയുണ്ടായിരുന്നു. ക്ഷേത്രങ്ങളും നാട്ടുകൂട്ടത്തറയും ഉണ്ടായിരുന്നു. സമ്പന്നതയും പാലിവാൽ ബ്രാഹ്മണ ഗോത്രത്തിന്റെ പ്രൗഢിയും നിറഞ്ഞുനിന്ന ഒരു പട്ടണം. 7 നൂറ്റാണ്ടുകളായി ആ പ്രൗഢി നിലനിന്ന കുൽധരയാണ് ഒറ്റരാത്രി കൊണ്ട് തീർത്തും വിജനമായി തീർന്നത്. ആ കഥയിലേക്കാണ് ഞാൻ കാറിൽ നിന്നിറങ്ങുന്നത്. ഏതാനും വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൽ വന്ന സഞ്ചാരികൾ അങ്ങിങ്ങ് കൂട്ടം കൂടി നിൽക്കുന്നു. ഒട്ടേറെ കെട്ടിടങ്ങളുടെ ഭാഗങ്ങൾ കാണാനുണ്ടിവിടെ. കുറേയെണ്ണം പൂർണ്ണമായി തകർന്ന് കൽക്കൂമ്പാരമായി മാറിയിരിക്കുന്നു. ചിലത് പാതി തകർന്നവ, മറ്റു ചിലത് പുനരുദ്ധരിച്ചിരിക്കുന്നു. അങ്ങനെ പുനർനിർമ്മിച്ചു നിലനിർത്തിയിരിക്കുന്ന ഒരു കെട്ടിടത്തിലേക്കാണ് ഞാൻ ആദ്യം കയറി ചെന്നത്. ഇതിവിടുത്തെ സർപഞ്ചിന്റെ വീടായിരുന്നു, ഗ്രാമമുഖ്യന്റെ വീട്. കുൽധരയിലും ചുറ്റുമുള്ള 83 ഗ്രാമങ്ങളിലും വസിച്ചിരുന്ന പാലിവാൽ ബ്രാഹ്മണരുടെ പ്രിയങ്കരനായിരുന്നു ഇവിടെയുണ്ടായിരുന്ന സർപഞ്ച്. അദ്ദേഹവും ബ്രാഹ്മണൻ തന്നെയായിരുന്നു. പാലിവാൽ ബ്രാഹ്മണ സമുദായാംഗങ്ങളല്ലാതെ മറ്റാരും തന്നെ ഈ 84 ഗ്രാമങ്ങളിലും ഇല്ലായിരുന്നു താനും. കുൽധര പ്രേതനഗരമായി തീർന്ന കഥയുടെ കേന്ദ്രബിന്ദു ഈ വീടായിരുന്നു. ഗ്രാമമുഖ്യന്റെ ഈ വീട്ടിൽ നിന്നുമാണ് 84 ഗ്രാമങ്ങളെ ബാധിച്ച ഒരു ദുരന്തത്തിന്റെ കഥ ആരംഭിക്കുന്നത്. 1825 ആളുകൾ ഒഴിഞ്ഞുപോയ രാത്രിയിലെ അതേ രൂപത്തിൽ തന്നെ ഗ്രാമമുഖ്യന്റെ വീട് ഗവൺമെന്റ് നിലനിർത്തിയിരിക്കുന്നു. ഇങ്ങനെയായിരുന്നു അന്നത്തെ മേൽക്കൂര നിർമ്മാണം. ഉത്തരങ്ങൾക്ക് മീതെ ബലമുള്ള കമ്പുകൾ അടുക്കി നിരത്തി അതിന്മേൽ കല്ലുപാളികൾ പാകുകയാണ് ചെയ്യുക. നൂറ്റാണ്ടുകൾക്ക് മുൻപത്തെ നിർമ്മാണ ശൈലിയാണിത്. ഈ പ്രദേശത്തെ തന്നെ ഏറ്റവും സജീവമായ വീടായിരുന്നു ഇത്. ഉയരം കുറഞ്ഞ വാതിലുകളാണ് വീടിനുള്ളത്. അത് കടന്നെത്തുന്നത് വലിയ മുറിയിലേക്കാണ്. ഈ വിധം വിസ്താരമുള്ളതാണ് മുറികളെല്ലാം. ചില മുറികളിൽ ഇങ്ങനെ ഒരു തുരങ്കം കാണാം. അത് സ്വർണവും മൂല്യമേറിയ വസ്തുക്കളും സൂക്ഷിച്ചിരുന്ന അറകളുടെ കവാടമാണെന്നും വലിയൊരു രഹസ്യമാർഗത്തിലേക്കുള്ള തുരങ്ക കവാടമാണെന്നും നിഗമനങ്ങളുണ്ട്. ഇങ്ങനെ ആഡംബരങ്ങളേറെയുള്ള വീട്ടിൽ വസിച്ചിരുന്ന സർപഞ്ച് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ നിന്നും അപ്രത്യക്ഷരായത്. വീടിന്റെ മുകൾ നിലയിലേക്ക് കയറുമ്പോൾ ആ കഥയായിരുന്നു എന്റെ മനസ്സിൽ. തന്റെ കുടുംബത്തോടൊപ്പം സമ്പന്നതയിൽ മുഴുകി സമാധാനപൂർണമായ ജീവിതം നയിക്കുകയായിരുന്നു ഗ്രാമമുഖ്യൻ. അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു, 16-കാരിയായ ഒരു അതിസുന്ദരി. കുൽധരയിലെ മാത്രമല്ല, സമീപ ഗ്രാമങ്ങളിലെയും ആളുകളുടെ ഓമനയായിരുന്നു അവൾ. ഒരു രാജകുമാരിയെ പോലെ അവൾ ഈ വീട്ടിൽ വസിച്ചു വന്നു. ഒരു കോണിൽ ഗ്രാമക്ഷേത്രം, അതിനു മുന്നിലായിരുന്നു നാട്ടുകൂട്ടം ചേർന്നിരുന്നത്. ഗ്രാമമുഖ്യന്റെ പ്രധാന കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടന്നിരുന്നത്. പക്ഷേ 1825 ഒരു ദിനത്തിൽ ആ ക്ഷേത്രവും അനാഥമായി. ആ വർഷമാണ് ഒരു ദിനത്തിൽ ജയ്സാൽമീർ രാജാവിന്റെ ദിവാനായിരുന്ന സലാം സിംഗ് മേത്ത കുൽധര ഗ്രാമത്തിലെത്തുന്നത്. ഗ്രാമവഴിയിലൂടെ സേവകരോടൊപ്പം നീങ്ങവേ ദിവാൻ ഒരു കിണറിൽ നിന്നും വെള്ളം കോരുകയായിരുന്ന സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടു. സർപഞ്ചിന്റെ 16-കാരിയായ മകളായിരുന്നു അത്. അവളെ സ്വന്തമാക്കാൻ അയാൾ ആഗ്രഹിച്ചു. സേവകർ മുഖാന്തരം തന്റെ ഇംഗിതം ഗ്രാമമുഖ്യനെ അറിയിക്കുകയും ചെയ്തു. ഗ്രാമമുഖ്യൻ മാത്രമല്ല, സമീപ ഗ്രാമങ്ങളിലുള്ളവർ പോലും ആ വിവരമറിഞ്ഞ് ഞെട്ടി. ദിവാൻ സലാം സിംഗ് മേത്തയ്ക്ക് 50 വയസ്സുണ്ട്. മാത്രമല്ല, നിലവിൽ അദ്ദേഹത്തിന് 5 ഭാര്യമാരുമുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് തങ്ങൾ ഓമനയായി ലാളിച്ചു വളർത്തുന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തു നൽകാൻ അവർ ഒരുക്കമായിരുന്നില്ല. അനുനയത്തിനായി ദിവാന്റെ സമക്ഷത്തിലേക്ക് ഗ്രാമത്തിൽ നിന്നും പ്രമാണിമാർ പോയി. ആ കൊച്ചു പെൺകുട്ടിയിന്മേലുള്ള ആഗ്രഹം ഉപേക്ഷിക്കണമെന്ന് അവർ താണപേക്ഷിച്ചു. പക്ഷെ ദിവാൻ വഴങ്ങിയില്ല. ബുദ്ധപൂർണിമയ്ക്ക് മുൻപ് പെൺകുട്ടിയെ തനിക്ക് നൽകിയില്ലെങ്കിൽ അടുത്ത ദിവസം സൈന്യവുമായി എത്തി അവളെ ബലമായി പിടിച്ചുകൊണ്ടുപോകുമെന്ന് അദ്ദേഹം അന്ത്യശാസനം നൽകി. ദിവാന്റെ ഭീഷണിയാണ്. അത് നടപ്പാവുക തന്നെ ചെയ്യും. അന്നു രാത്രി 84 ഗ്രാമങ്ങളിലെ സർപഞ്ചുമാർ കുൽധരയിലെ ക്ഷേത്രത്തിനു മുന്നിൽ സമ്മേളിച്ചു.
ലേബർ ഇന്ത്യ 3-ാം ലക്കം ഇപ്പോൾ ഷോപ്പുകളിൽ. കോവിഡ് കാലത്തെ സമഗ്ര പഠനത്തിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മാസികകൾ ഓൺലൈനിൽ വാങ്ങാൻ laborindia.com സന്ദർശിക്കുക. ഞാൻ സർപ്പഞ്ചിന്റെ വീടിനു മുന്നിലൂടെയുള്ള മൺപാതയിലേക്ക് ഇറങ്ങി. ഗ്രാമത്തിലെ പ്രധാന തെരുവായിരുന്നു ഇത്. ഇനി ക്ഷേത്രത്തിനരികിലേക്ക് പോവുകയാണ്. ഗ്രാമത്തിന്റെ കേന്ദ്രബിന്ദു ആ ക്ഷേത്രമായിരുന്നു. അതിനു ചുറ്റിലും നിരവധി വീടുകളും പ്രത്യേക മണ്ഡപങ്ങളും ആളുകൾക്ക് ഒത്തുകൂടാനുള്ള സ്ഥലങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. വംശപരമായും സാമൂഹ്യമായും തങ്ങളുടെ പ്രൗഢിയിലും സ്ഥാനങ്ങളിലും അഭിമാനം കൊള്ളുന്നവരായിരുന്നു പാലിവാൽ ബ്രാഹ്മണർ. പഴയ പാലി രാജ്യത്തിലെ പ്രജകളായിരുന്നു അവർ. ഒരിക്കൽ ക്ഷത്രിയനായ പാലി രാജാവിൽ നിന്നും അഭിമാനക്ഷതമേറ്റ ബ്രാഹ്മണർ ആ രാജ്യം ഉപേക്ഷിച്ചു പോയെന്നും അങ്ങനെയാണ് പാലിവാല അഥവാ പാലിയിൽ നിന്നുള്ള ആളുകൾ എന്ന് അവർ അറിയപ്പെട്ടതെന്നുമാണ് ചരിത്രം. അതിമനോഹരമായി സാൻഡ്സ്റ്റോണിൽ പണിതുയർത്തിയ ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രം പോലും ഒറ്റ രാത്രി കൊണ്ട് ഉപേക്ഷിച്ചു പോകാൻ തീരുമാനിക്കുകയായിരുന്നു ഇവിടെ വസിച്ചിരുന്ന മനുഷ്യർ. ക്ഷേത്രമുറ്റത്ത് 84 ഗ്രാമങ്ങളിലെ സർപ്പഞ്ചുമാർ യോഗം ചേർന്ന ആ രാത്രിയിലാണ് കടുത്ത തീരുമാനമുണ്ടായത്. 2 വഴികളെ അന്ന് ആ നിഷ്കളങ്കരായ മനുഷ്യരുടെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ തങ്ങളുടെ പൊന്നോമനയും കുൽധരയുടെ ഗ്രാമമുഖ്യന്റെ മകളുമായ 16-കാരിയെ 50-കാരനായ ദിവാൻ സലാം സിംഗ് മേത്തയ്ക്ക് നൽകുക, അല്ലെങ്കിൽ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോകാൻ വരുന്ന ദിവാന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടി മരിക്കുക. ചർച്ചകൾക്കൊടുവിൽ ആ 2 പോംവഴികളും വേണ്ടെന്നു വച്ചു. പകരം ഇവിടം ഉപേക്ഷിച്ചു പോകാൻ അവർ തീരുമാനിച്ചു. കുൽധരയടക്കം 84 ഗ്രാമങ്ങളിലെ ആളുകളും ഇവിടം വിടണം. അങ്ങനെ 1824 ബുദ്ധപൂർണിമ നാളിൽ മരുഭൂമിയിലെ തെളിഞ്ഞ നിലാവിലൂടെ ആ ജനത ഇവിടം വിട്ടുപോയി. 20,000-ലേറെ ആളുകൾ. ജീവിത സമ്പാദ്യം കൊണ്ട് തങ്ങൾ നിർമ്മിച്ച വീടുകളും കോവിലുകളുമെല്ലാം പിന്നിലുപേക്ഷിച്ച് കയ്യിലെടുക്കാവുന്നത് മാത്രമെടുത്ത് ഗ്രാമങ്ങളോട് എന്നേക്കുമായി വിട പറഞ്ഞു. ക്ഷേത്ര ശ്രീകോവിലിൽ ഇപ്പോൾ വിഗ്രഹമില്ല. പലായനവേളയിൽ പാലിവാൽ ബ്രാഹ്മണർ വിഗ്രഹവും കൊണ്ടുപോയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എത്രയോ കാലം മണിനാദങ്ങൾ മുഴങ്ങിയിരുന്ന ക്ഷേത്രം, മന്ത്രോച്ചാരണങ്ങൾ പ്രതിധ്വനിച്ചിരുന്ന കൽച്ചുവരകൾ. എത്രയോ ആളുകൾ എന്നും ഈ ശ്രീകോവിലിന് മുന്നിൽ വന്ന് വണങ്ങി നിന്നിരുന്നു. അതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതെയായി. അതീവ ശ്രദ്ധയോടെ നിർമ്മിതമായ ഒരു ക്ഷേത്രം. ആളൊഴിഞ്ഞുപോയ ഗ്രാമങ്ങളിൽ പിന്നീട് മറ്റാളുകൾ കുടിയേറി പാർക്കേണ്ടതാണ്. പക്ഷേ ബ്രാഹ്മണശാപമേറ്റ പ്രദേശമെന്ന വിശ്വാസമുള്ളതിനാൽ ആരും തന്നെ ഇവിടെ വന്ന് പാർക്കാൻ തയ്യാറായില്ല. ശ്രീകോവിലിനെ ഒന്ന് വലം വയ്ക്കുമ്പോൾ അന്ന് ഇവിടെയുണ്ടായിരുന്ന ആളുകളെ എനിക്ക് കാണാനാവുന്നുണ്ട്. എത്രയോ കാലമായി താൻ പൂജ ചെയ്ത ശ്രീകോവിലിൽ നിന്നും ഉള്ളം തകർന്ന് ഇറങ്ങിപ്പോകുന്ന പൂജാരിയെ കാണുന്നുണ്ട്. ഒരു പെൺകുട്ടിക്ക് വേണ്ടി 84 ഗ്രാമങ്ങളിലെ ജനം സഹിച്ച ത്യാഗം നേരിൽ കാണാനാവുന്നുണ്ട്. കാളവണ്ടികളിലേറിയും നടന്നും അവർ ഈ ഗ്രാമത്തിൽ നിന്നും എങ്ങോ പോയി മറഞ്ഞു. ഈ കെട്ടിടം ഇവിടുത്തെ പ്രധാന പൂജാരിയുടെ വീടായിരുന്നു. അതിപ്പോൾ അറ്റകുറ്റപ്പണികൾ തീർത്ത് ബലപ്പെടുത്തിയിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ മുകൾ നിലയിൽ നിന്നും പടവുകളിറങ്ങി പൂജാരിയുടെ വീട്ടിലേക്ക് നടന്നു. ഇതൊരു ഗംഭീര വീട് തന്നെയാണ്. രജപുത്താനയുടെ മുഖമുദ്രയായ കൊത്തുപണികളും ക്രാസി വർക്കുകളുമെല്ലാമുള്ള ഒരു ഹവേലി തന്നെ. കുൽധരയിലെ മറ്റു ബ്രാഹ്മണരെ പോലെ മുഖ്യപുരോഹിതനും സമ്പന്നനായിരുന്നിരിക്കാം. പല ഭാഗങ്ങളുണ്ട് വീടിന്, പല വാതിലുകൾ. അതിലൊന്നിലൂടെ കയറിയെത്തുന്നത് നടുമുറ്റത്തോടുകൂടിയ ഒരു ഭാഗത്തേക്കാണ്. കുൽധരയുടെ വലിയ വീടുകളുടെയെല്ലാം അകത്തളം ഈ രീതിയിലുള്ളവയായിരുന്നു. ഗ്രാമം ഇന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയതോടെ രാജസ്ഥാൻ ഗവൺമെന്റ് പഴയ കെട്ടിടങ്ങൾ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപഭാവിയിൽ തന്നെ പ്രധാനപ്പെട്ടൊരു ടൂറിസ്റ്റ് സങ്കേതമായി കുൽധരയെ മാറ്റുകയാണ് ലക്ഷ്യം. ഉള്ളിൽ വലിയ പുനർനിർമ്മാണമൊന്നും നടക്കുന്നില്ലെങ്കിലും പുറം ഭാഗം പഴയ രീതിയിൽ ഇങ്ങനെ ഭംഗിയോടെ പുനഃസൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെയാണ് പണ്ട് കുൽധരയുടെ പ്രധാന ആഘോഷങ്ങളെല്ലാം അരങ്ങേറിയിരുന്നതും നാട്ടുകൂട്ടം ചേർന്നിരുന്നതും. മുറ്റത്തിന്റെ ഒരതിരിലാണ് മുഖ്യപുരോഹിതന്റെ വീട്. ക്ഷേത്രത്തിന്റെ അടിനില ഇങ്ങനെയാണ്. പണ്ടത്തെ ഗോഡൌണോ സത്രമോ ആയിരുന്നിരിക്കാം ഇത്.
അതിന് സമീപത്തു തന്നെ മറ്റൊരു കെട്ടിടമുണ്ട്. എല്ലാം കനത്ത സാൻഡ്സ്റ്റോൺ കൊണ്ട് പടുത്ത കെട്ടിടങ്ങൾ. ഇവിടെ നിന്നാൽ ക്ഷേത്രമുറ്റവും അതിന്റെ ഒരു കോണിൽ മണ്ഡപവും അതിനപ്പുറം തകർന്നുകിടക്കുന്ന കെട്ടിടങ്ങളുമെല്ലാം കാണാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സജീവമായിരുന്ന ഗ്രാമം, സമ്പന്നവും ശാന്തവുമായ ജീവിതം പുലർന്ന ഗ്രാമം, ആസൂത്രിതമായ ഒരു ജനവാസ കേന്ദ്രമായിരുന്നു സജീവമായിരുന്ന നാളുകളിൽ കുൽധര. നേർരേഖ പോലുള്ള തെരുവുകളും അതിനിരുവശത്തും കൃത്യമായ നീളത്തിലും ഉയരത്തിലുമുള്ള കെട്ടിടങ്ങളുമെല്ലാമുള്ള ഒരിടം. പ്രത്യേക ജീവിതരീതികൾ പുലർത്തുന്നവരും വംശമഹിമയിൽ വിശ്വസിക്കുന്നവരുമായ ബ്രാഹ്മണർ വസിച്ചിരുന്ന ഇടമാകയാൽ ഇവിടേക്ക് പുറമേ നിന്നുള്ള അധികം ആളുകൾ വന്നിരുന്നില്ല. ഉറപ്പുള്ള ഗ്രാമകവാടവും അവിടെ കാവൽക്കാരുമുണ്ടായിരുന്നു. 7 നൂറ്റാണ്ടുകൾ കൊണ്ട് പാലിവാൽ സമൂഹം സൃഷ്ടിച്ചെടുത്തതായിരുന്നു അതെല്ലാം. എല്ലാ സൗഭാഗ്യങ്ങളും ഒറ്റരാത്രി കൊണ്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ഒരു ജനതയുടെ മനസ്ധൈര്യം ഇന്നത്തെ സാഹചര്യങ്ങളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത്ഭുതകരം തന്നെയാണ്. ഇതെല്ലാം സമ്പന്ന ഗേഹങ്ങളായിരുന്നു ഒരു കാലത്ത്. പാലി രാജ്യത്തു നിന്നും പിണങ്ങിപ്പിരിഞ്ഞു വന്ന ബ്രാഹ്മണർ 13-ാം നൂറ്റാണ്ടിൽ ഇവിടെ തങ്ങളുടേതായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുകയായിരുന്നെന്നാണ് ചരിത്രം. 1291 പാലിയിൽ നിന്നുള്ള ആദ്യ ബ്രാഹ്മണ സമൂഹം ഇവിടെ എത്തുന്നത്. പിന്നീട് പല കാലങ്ങളിലായി കൂടുതൽ ബ്രാഹ്മണ കുടുംബങ്ങൾ വന്നു ചേർന്നു. അങ്ങനെയാണ് ഇവിടെ 84 ഗ്രാമങ്ങൾ ഉണ്ടായത്. അന്നൊക്കെ കുൽധരയിലും സമീപ ഗ്രാമങ്ങളിലും ഒരു പതിവുണ്ടായിരുന്നു. പുറമേ നിന്നും തങ്ങളുടെ വംശക്കാരായ ഒരു കുടുംബം ഇവിടേക്കെത്തിയാൽ ഇവിടെയുള്ള ഓരോ കുടുംബവും ചെത്തിമിനുക്കിയ ഒരു കല്ലും ഒരു സ്വർണ്ണ നാണയവും നൽകിയാണ് അവരെ സ്വീകരിച്ചിരുന്നത്. കല്ല് പുതിയ കുടുംബത്തിന് വീട് നിർമ്മിക്കാനാണ്. സ്വർണ്ണ നാണയം കച്ചവടമോ കൃഷിയോ തുടങ്ങാനുള്ള മൂലധനവും. കുൽധരയിൽ നിന്നും മടങ്ങാൻ നേരമായി. ഞാൻ പ്രധാന തെരുവിലേക്ക് എത്തിയപ്പോഴേക്കും പ്രേംജി പട്ടേൽ കാറുമായി വന്നിരുന്നു. അതിൽ കയറി യാത്ര തുടരുമ്പോൾ പ്രൗഢിയോടെ ഇന്നും നിലനിൽക്കുന്ന ക്ഷേത്രം കാണാം. പ്രേതഭൂമി പോലുള്ള ഈ പ്രദേശത്തെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച കഥകളും അന്ധവിശ്വാസങ്ങളുമെല്ലാം ഇന്ന് നിലവിലുണ്ട്. അതിലൊന്നാണ് ഈ ഗ്രാമത്തിൽ അന്തിയുറങ്ങുന്നവരുടെ കുടുംബത്തിലുള്ളവർ അകാലത്തിൽ മരിക്കുമെന്നത്. രാജസ്ഥാൻ സംസ്ഥാനം രൂപീകൃതമായ ശേഷം ഗവൺമെന്റ് കുൽധരയിൽ ഒരു കാവൽക്കാരനെ നിയമിച്ചിരുന്നു അത്രേ. കാവൽ ജോലി ഏറ്റെടുക്കാൻ ആദ്യമൊന്നും ആരും വരാത്ത സാഹചര്യത്തിൽ വലിയ തുക വാഗ്ദാനം ചെയ്താണ് അകലെ ഒരു ഗ്രാമത്തിൽ നിന്നും ഒരാളെ കൊണ്ടുവന്നത്. പക്ഷേ കുൽധരയിൽ രാത്രി വസിച്ച അയാളെ ദുരന്തം വേട്ടയാടിയെന്നാണ് സമീപ ഗ്രാമങ്ങളിൽ വസിക്കുന്നവർ പറയുന്നത്. കാവൽക്കാരന്റെ അച്ഛനും ഭാര്യയും മരുമകളും അകാലത്തിൽ മരിച്ചു. കുടുംബത്തിൽ പലർക്കും മാറാരോഗങ്ങൾ ബാധിച്ചു. അയാൾ ഇവിടെ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ഗ്രാമത്തിലേക്ക് രാത്രിവാസം മാറ്റിയതോടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചെന്ന് ശാസ്ത്രീയ തെളിവുകളൊന്നുമില്ലാത്ത ഈ കഥ വിശ്വസിക്കുന്നവർ പറയുന്നു. തൊട്ടുതൊട്ട് സ്ഥിതി ചെയ്യുന്നവയായിരുന്നു കുൽധര അടക്കമുള്ള 84 ഗ്രാമങ്ങൾ. പലതിലും ജനസംഖ്യ 100-ൽ താഴെ മാത്രമായിരുന്നു. എല്ലാ ദിവസവും ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട് ഇവിടേക്ക്. ഇന്നൊരു ചൊവ്വാഴ്ചയായിട്ടും എത്രയോ ടൂറിസ്റ്റുകൾ കുൽധരയിൽ എത്തുന്നത് ഞാൻ കണ്ടിരുന്നു. അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രദേശം തന്നെയാണല്ലോ ഇത്. ഇതാണ് കുൽധരയുടെ പടിപ്പുര. ഇത് കടന്നാണ് ഞങ്ങൾ ആ ഗ്രാമത്തിലേക്ക് പോയത്. പണ്ടും ഗ്രാമത്തിന്റെ പടിപ്പുര ഇവിടെ തന്നെയായിരുന്നു. പടിപ്പുര കടക്കുന്നതോടെ 4 റോഡിലേക്ക് എത്തുന്നു. ഇത് നേരെ ജയ്സാൽമീറിലേക്കുള്ള പ്രധാന പാതയിൽ ചെന്നു ചേരും. എനിക്കിനി ഉടനെ ജയ്സാൽമീറിലേക്ക് എത്തേണ്ടതുണ്ട്. അവിടുത്തെ പ്രധാന കാഴ്ചകളിലേക്കൊന്നും ഇതുവരെ പോയിട്ടേയില്ല. ഒട്ടേറെ കാഴ്ചകളുള്ള ഒരു ചരിത്ര നഗരമാണ് ജയ്സാൽമീർ. ഇവിടെ കുറെ വീടുകൾ കാണാം. ഇതും കുൽധരയുടെ ഭാഗം തന്നെയാണ്. തകർന്നുപോയ ഗ്രാമമാണോ അതോ മനുഷ്യവാസമുള്ളതാണോ എന്ന് മനസ്സിലാവുന്നില്ല. കരണ്ട് കമ്പി ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ഗ്രാമത്തിലൊന്ന് വണ്ടി നിർത്താൻ പ്രേംജിയോട് പറഞ്ഞു. അവിടെ ഇറങ്ങി. വാഹനങ്ങളുടെ ചക്രച്ചാലകളുണ്ട്. അതിനർത്ഥം ഇതുവഴിയൊക്കെ ആരെല്ലാമോ യാത്ര ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണല്ലോ. പക്ഷേ ആരെയും കാണുന്നില്ല. ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമമാണോ എന്ന് ഞാൻ സംശയിച്ചു.
കുൽധരയിൽ കണ്ട തകർന്ന വീടുകളേക്കാൾ നാശോന്മുഖമാണ് ഈ വീടുകൾ. അടുത്തു ചെന്ന് നോക്കാമെന്നുറച്ചു. അങ്ങനെ നീങ്ങുമ്പോൾ അതാ അവിടെയൊരു ആളനക്കം.